ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു. നമ്മുടെ യൂട്യൂബിലെ കഞ്ഞി കുടിക്കാൻ വകയില്ല ഡോണ്ട് കം ടു കാനഡ എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഞാൻ കുറേ വീഡിയോ സർഫസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, മണ്ടന്മാർ കാനഡയിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു. സ്റ്റഡി അബ്രോഡ് കാനഡ വർഷങ്ങളായിട്ട് നടത്തുന്ന സംവിധാനം. അത് ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്താണ് അതിന്റെ മാനസികാവസ്ഥ? അതായത് വ്യക്തിയായിട്ട് പറയുന്നില്ല, എങ്കിലും അയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റുഡന്റ് ഒരു നല്ല കോഴ്സ്, ഒരു നല്ല കൺസൾട്ടന്റിനെ കണ്ട്, ഒരു ഇമിഗ്രേഷൻ ലോയറെ കണ്ട്, അല്ലെങ്കിൽ RCIC കൺസൾട്ടന്റിനെ കണ്ട് ആ കോഴ്സ് കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, ഉപരിപഠനത്തിന് സാധ്യതയുണ്ടോ, താൻ പോകുന്നതായ പ്രൊവിൻസിൽ ഈ പ്രത്യേക കോഴ്സ് പഠിച്ച് ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും, അതുപോലെ തന്നെ എനിക്ക് പൗരത്വം പെർമനന്റ് റെസിഡൻസി കിട്ടാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കുകയും പഠിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇത് നിന്നു കണ്ടു കേട്ടു പോയി. ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാമോ അതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ഈ കാനഡയിലേക്ക് കനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് എടുത്താൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. സഫീഷ്യന്റ് ആയിട്ട് ഫണ്ടുള്ളവര്, കനേഡിയൻ കൾച്ചറിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവര് മാത്രം അങ്ങോട്ട് വരിക എന്ന ആ സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുകയും ചെയ്തു, പഠനത്തിനായിട്ട് കാനഡയിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പെർമനന്റ് റെസിഡൻസി ലീഡിംഗ് ടു സിറ്റിസൺഷിപ്പ് കൊടുത്തുകൊള്ളാമെന്ന് ഒരിടത്ത് കനേഡിയൻ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തില്ല. അവർ പറയുന്ന ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു വലിയ കുടിയേറ്റം ആവശ്യമുണ്ട്, എല്ലാ വർഷവും നല്ലൊരു സംഖ്യ ആളുകളെ ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നുണ്ട്, ഞങ്ങളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് കുറെ പാത്വേസ് തുറന്നിട്ടുണ്ട്. ആ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ഓരോ പ്രൊവിൻസിന്റെ പ്രോഗ്രാംസ് ഉണ്ട്, ഫെഡറൽ ഗവൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ആ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് വരണം. അപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് വരട്ടെ. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് ആവശ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല എന്ന്. അയാൾ എടുത്ത കോഴ്സ്, അതിന് ജോലി സാധ്യതയുണ്ടോ, അത് ആ പോകുന്ന പ്രൊവിൻസിൽ ആ കോഴ്സ് വെച്ച് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഒക്കെ മേടിച്ചു കഴിയുമ്പോൾ PR അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ മറ്റു പ്രൊവിൻസിലേക്ക് മാറേണ്ട ആവശ്യം, ഇതൊക്കെ പുള്ളി ഇവിടുന്ന് ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പ്രോപ്പറായിട്ട് ഒരു കനേഡിയൻ ഇമിഗ്രേഷൻ ലോയറെ അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെന്റ് അക്രഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള, ഓതറൈസ് ചെയ്തിട്ടുള്ള RCIC എന്ന് പറയുന്ന റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ്, അവരുടെ സഹായം നമ്മൾ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. അവർ വളരെ അപ് ടു ഡേറ്റ് ആണ്. ഈ RCIC എന്ന് പറയുന്ന ആ ഒരു കൺസൾട്ടന്റ് വിഭാഗത്തെ ഓരോ അപ് ടു ഡേറ്റ് കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അവര് പേപ്പർ വായിച്ചറിയുന്ന അല്ലാതെ. അപ്പൊ നമ്മൾ ഇങ്ങനൊരു പോസ്റ്റ് യൂട്യൂബ് വീഡിയോ വരുന്ന സമയത്ത് നമ്മളെല്ലാം കൺഫ്യൂസ്ഡ് ആവും, എന്താണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ അതിലൊരു മണ്ടനായിട്ട് മാറരുത്, പകരം ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകും. ഞാൻ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സഫീഷ്യന്റ് ഫണ്ട് ഉണ്ടാവണം, പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി ഏൺ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ തരുന്നുണ്ട്, സ്റ്റേ ബാക്ക് തരുന്നുണ്ട്, അതിലുപരി PR-ലേക്ക് നയിക്കുന്ന പാത്വേസും ഉണ്ട്. അപ്പൊ ഈ PR-ലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും നോക്കും, നമ്മുടെ പെർഫോമൻസ് നോക്കും, നമ്മുടെ നമ്മൾ 2 വർഷം കോഴ്സ് നോക്കും, 5 വർഷമായിട്ട് തീരുന്നില്ല. നമുക്ക് അനുവദനീയമായ സമയത്ത് ജോലി സമയം അത് നമ്മൾ അതിൽ കൂടുതൽ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ നിയമം അനുശാസിക്കുന്ന നിയമങ്ങൾ, അതുപോലെ ട്രാഫിക് നിയമങ്ങൾ, അത് വയലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒന്നിനൊന്ന് കാര്യങ്ങൾ. അപ്പൊ അവരുടെ പ്രൊഫൈൽ എടുത്ത് PR-നെ നോക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കും, എന്താണ് ഇയാളുടെ പ്രൊഫൈൽ, എന്ത് പഠിക്കാനാണ് ഇയാൾ വന്നത്, ഇയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ PR. ഇത് ഇന്റർനാഷണൽ നിയമമാണ് ഈ PR-ഉം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. PR തന്നൊരാളെ വിടുന്നത് പിന്നീട് അയാളുടെ 6 മാസം, 1 വർഷം, 2 വർഷം, പിന്നെ ഓരോ രാജ്യത്തിന്റെയും ഇതിനനുസരിച്ച് അവർക്ക് നൈരൂപീകരണത്തിനനുസരിച്ച് കൊടുക്കുന്നത് ഒരു നല്ല ഉറപ്പിന്റെ കാലഘട്ടമാണ്. PR കിട്ടിയ ഒരു വ്യക്തി ഒരു ഡ്രഗ് കേസിന് പ്രതിയാവട്ടെ, അല്ലെങ്കിൽ അതിനൊരു സസ്പീഷ്യസ് ആയിട്ട് ഒരു സസ്പെക്ട് ആയിട്ട് മാറട്ടെ, അപ്പൊ കാണാൻ പൗരത്വം കിട്ടില്ല. കാരണം രാജ്യത്തിന് ഇയാൾ സ്വീകാര്യനാണോ, ഹാർഡ് വർക്കിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യവും നോക്കുന്നു. ഇവൻ ഇന്ത്യ ആണെങ്കിൽ കാനഡയുടെ ഒക്കെ 10 ഡിസ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന രാജ്യം ഇന്ത്യ. ഇതിന്റെ ഇങ്ങോട്ട് കാര്യം നമ്മൾ അധികം എടുക്കുന്നില്ല, ആരും ഒരു അവസരം ഇല്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ലതാണ്.
അപ്പോ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഈ വീഡിയോട് ഞാൻ ഉദ്ദേശിച്ചത്, ഇനിയെങ്കിലും ഇവിടുന്ന് പോകുന്ന കുട്ടികൾ പഠിക്കുന്ന കോഴ്സ് അവിടെ ജോലിക്ക് സാധ്യതയുണ്ടോ, അതിന് ആ പോകുന്ന പ്രൊവിൻസിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടും, ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നിയമങ്ങൾ ലഘൂകരിക്കപ്പെട്ട ഒരു പ്രൊവിൻസിലേക്ക് മാറി എനിക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ, ഇതൊക്കെ നിങ്ങളെ ഉപദേശിക്കാൻ കനേഡിയൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ലോയേഴ്സ് വിത്ത് കനേഡിയൻ ഇമിഗ്രേഷൻ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് RPCNs, റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ്. അവരെ അക്കൗണ്ടബിൾ കൂടിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. അവർ വ്യക്തമായ കാര്യങ്ങൾ നിരത്തി. മാത്രമല്ല അടുത്ത 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് എന്ത് ജോലി സാധ്യത അവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന മാർഗം കൂടിയുണ്ട്. ഇപ്പം എല്ലാ രാജ്യത്തും ഒക്കെ വരും. അതിന് മുന്നേ തന്നെ ഉണ്ട്. ഇനി വിഭാഗങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലുണ്ട്, കൃത്യമായിട്ടുള്ളൊന്നുമില്ല, എങ്കിലും ഒരു 75% വരെയെങ്കിലും അതിന് സാധ്യതയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഈ കോവിഡിന്റെ ഒരു സമയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടായ സാഹചര്യം, അതിൽ എല്ലാവരെയും താളം തെറ്റി എന്നുള്ള സമയം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഈ കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ കൺസൾട്ടൻസ് പ്രോപ്പർ അല്ലാത്ത ഉപദേശം കൊടുക്കുന്നുണ്ട്. കാരണം ചെയ്യാൻ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കോളേജുകൾ ചിലപ്പോൾ അതേ പൈസയ്ക്ക് തന്നെ യൂണിവേഴ്സിറ്റി പഠിക്കാം വേറൊരു പ്രൊവിൻസിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന ഇനിയെങ്കിലും ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു കനേഡിയൻ ഇമിഗ്രേഷൻ ലോയറെ അല്ലെ RCIC അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ കനേഡിയൻ ലോ അവരെ കൺസൾട്ട് ചെയ്യണം. ഇതിൽ ഏറ്റവും പ്രമുഖമായി ഏറ്റവും നല്ലത് RCIC കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അഡ്മിഷൻ മഹാമേള സംഘടിപ്പിച്ചിരിക്കുന്നു. ഇത് മഹാമേളയുടെ പ്രശ്നമൊന്നല്ല, ഓരോ വ്യക്തിയുടെ ജീവിത പ്രശ്നം. അവിടെ ചെന്നേരും ഇത്രയും പൈസ മുടങ്ങി ചെന്നു, അത് കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ല, അവർ പെർമനന്റ് റെസിഡൻസ് കിട്ടുന്നില്ല, എന്തൊരു അവസ്ഥ വന്നാൽ. അതുപോലെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു രീതി ചിന്തിക്കരുത്. പകരം ആ രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അവിടെ ട്രാഫിക് വയലേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് വാടക കൊടുക്കാതെ പോവുക, അടിവഴക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുക, അങ്ങനെ ഒരു വലിയൊരു ബാഡ്മാർക്ക് നെഗറ്റീവ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. അവിടെ വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഇനി പോകുന്ന കുട്ടികളെങ്കിലും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ കോഴ്സിനെ പറ്റി മനസ്സിലാക്കി, അതിന് PR കിട്ടാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി, ആ പ്രൊവിൻസിൽ കിട്ടിയില്ലെങ്കിൽ മറ്റു പ്രൊവിൻസിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ അതിന്റെ ജോലി സാധ്യത ഇങ്ങനെയെല്ലാം മനസ്സിലാക്കി വ്യക്തതയോടുകൂടി പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അപേക്ഷിക്കാം. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.